ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം രാവിലെ നമ്മൾ ഉണർന്നു നോക്കുമ്പോൾ ഇന്ത്യയിലുടനീളമുള്ള പതിനായിരക്കണക്കിന് യുവാക്കൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. അതും പോരാഞ്ഞ് ആ പാർട്ടിയുടെ ചിഹ്നം എന്താണെന്നോ? സാക്ഷാൽ നമ്മുടെ വീട്ടിലെ പാറ്റ. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുമായിരിക്കും, അല്ലേ? എന്നാൽ സംഗതി സത്യമാണ്. ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് വിചിത്രമായ നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ ദിവസത്തിൽ കുറഞ്ഞത് ഒരു 11 മണിക്കൂറെങ്കിലും ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം. അതായത് എപ്പോഴും ഫോണിൽ തന്നെ ആയിരിക്കണമെന്നർത്ഥം. രണ്ടാമത്, എന്തിനെക്കുറിച്ചും നല്ല കിടിലൻ രീതിയിൽ റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ തുറന്നടിക്കാൻ ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ, ശാരീരികമായി നല്ല മടിയനും എന്നാൽ മാനസികമായി ഭയങ്കര ആക്റ്റീവുമായവർക്ക് മാത്രമേ ഇതിൽ അംഗത്വം കിട്ടൂ. ഇത് ഉച്ചയാകുമ്പോഴേക്കും തീരുന്ന വെറുമൊരു ഇന്റർനെറ്റ് ട്രെൻഡാണെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ CJP എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൂട്ടായ്മ തുടങ്ങിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തന്നെ 10,000-കണക്കിന് മെമ്പർമാരെയാണ് രജിസ്റ്റർ ചെയ്തത്. ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ വെറുമൊരു ഓൺലൈൻ പേജിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ബീഹാറിൽ നടക്കാൻ പോകുന്ന യഥാർത്ഥ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ വരെ ഇവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. വെറും ഒരു ഇന്റർനെറ്റ് തമാശയിലും മടിയിലും തുടങ്ങിയ ഒരു ഗ്രൂപ്പിന് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്നൊരു ശക്തമായ രാഷ്ട്രീയ സംഘടനയായി മാറാൻ കഴിഞ്ഞത്? സംഗതി തുടങ്ങുന്നത് 2026 മെയ് 15-നാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുകയായിരുന്നു. അതിനിടയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തി. അത് പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ ലീക്കായി. ചില ആക്ടിവിസ്റ്റുകളെയും തൊഴിലില്ലാത്ത യുവാക്കളെയും അദ്ദേഹം പാറ്റകൾ എന്നും സമൂഹത്തിലെ പരാതങ്ങൾ എന്നും വിശേഷിപ്പിച്ചു എന്നായിരുന്നു വാർത്ത. ഇത് കേട്ടതും സോഷ്യൽ മീഡിയയിൽ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. ഇന്ത്യയിലെ യുവാക്കൾക്കും വിവരാവകാശ പ്രവർത്തകർക്കും ഇത് വലിയൊരു അപമാനമായി തോന്നി. കോടതി വിമർശിച്ചത് വ്യാജ ബിരുദക്കാരെ മാത്രമല്ല, മറിച്ച് ജോലിയില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു തലമുറയെ മുഴുവനായാണെന്ന് അവർക്ക് തോന്നി. വെറും 48 മണിക്കൂറിനുള്ളിൽ അവർ CJP എന്ന പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയെ തന്നെ തങ്ങളുടെ ചിഹ്നമാകുകയും ചെയ്തു. അവർ അതിനൊരു കാരണവും പറഞ്ഞു. പാറ്റകൾ എങ്ങനെയുള്ളവയാണ്? എത്ര വേണിച്ചാലും ചവിട്ടി വെച്ചാലും എവിടെയെങ്കിലും കിടന്നവ അതിജീവിക്കും. അത്ര പെട്ടെന്നൊന്നും അവ ചാവില്ല. തങ്ങളെ ഒതുക്കാൻ നോക്കിയ അതേ വാക്കിനെ തന്നെ അവർ തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. നമ്മൾ സാധാരണ കാണുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് ഏറ്റുമുടുത്ത യുവാക്കൾക്ക് ഈ ഒരു ട്രോൾ അല്ലെങ്കിൽ പരിഹാസ രീതി പെട്ടെന്ന് കണക്റ്റ്. പക്ഷേ വെറും ഒരു തമാശയായി ഇതിനെ കാണരുത്. ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ വളരെ കൃത്യമായ ചില ആവശ്യങ്ങൾ ഇവരുടെ പ്രകടന പത്രികയിലുണ്ട്. ഒന്നാമത്തേത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന അജ്ഞാത ഫണ്ടുകൾ പൂർണ്ണമായി നിരോധിക്കണം. രണ്ടാമത്തേത്, ജയിച്ചതിനു ശേഷം പാർട്ടി മാറുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ കടുത്ത നടപടി വേണം. അതുപോലെ തന്നെ വിവരാവകാശ നിയമം കൃത്യമായി നടപ്പിലാക്കാൻ ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരണം. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കണം. ഏകദേശം 50%. കണ്ടില്ലേ, ഒരു തമാശ നിമ്മഴി എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കോടികളും വലിയ സ്വാധീനമുള്ള പരമ്പരാഗത രാഷ്ട്രീയ കോട്ടകളെ തകർക്കാൻ ഇവർ സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതുന്ന രാഷ്ട്രീയമായി ഒരിടത്തും ഉൾപ്പെടാത്ത ആ ഡിജിറ്റൽ തലമുറയുടെ നിരാശയാണ് ഈ പാർട്ടിയിലൂടെ പുറത്തു വരുന്നത്. ഭരണകൂടത്തിന് ഇവരെ അത്ര പെട്ടെന്ന് തകർക്കാനും പറ്റില്ല. കാരണം സ്വന്തം പോരായ്മകളെ പോലും തമാശയാക്കി മാറ്റുന്ന ഒന്നിനെ നമ്മളെങ്ങനെയാണ് നേരിടുക? ചീഫ് ജസ്റ്റിസ് പിന്നീട് തന്റെ വാക്കുകൾ തിരുത്തി പറഞ്ഞു. അദ്ദേഹം തൊഴിലില്ലാത്തവരെല്ല വ്യാജ ബിരുദക്കാരെയാണ് ഉദ്ദേശിച്ചത് എന്ന്. പക്ഷേ അപ്പോഴേക്കും
CJP സുപ്രീം കോടതിയിലെ വിവാദങ്ങൾക്കും അപ്പുറം വളർന്നു. ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരെ ഇവർ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അവർ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല ഇവിടുത്തെ പ്രധാനം. അവർ തെളിയിച്ചൊരു കാര്യമുണ്ട്. ഈ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് വെറുപ്പില്ല, മറിച്ച് നമ്മുടെ പഴയ രാഷ്ട്രീയ ശൈലികളോടാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. ഡിജിറ്റൽ യുഗത്തിൽ വളർന്ന യുവാക്കൾക്ക് അധികാരികളിൽ നിന്ന് മറുപടി വാങ്ങാൻ മീമുകളും ട്രോളുകളും ഒരു ശക്തമായ ആയുധമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.